പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ മരണത്തിലെ ദുരൂഹതയെന്ത്? അന്വേഷണം ഇഴയുന്നുണ്ടോ? ദുരൂഹത മറനീക്കി പുറത്തു വരാൻ ഇനി എത്ര നാൾ? പ്രേക്ഷകർക്ക് കാക്കിയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. അമ്മുവിന്റെ പിതാവ് 3 വിദ്യാർത്ഥികൾക്കെതിരെ പരാതി നൽകിയിരുന്നുവെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കോളേജിലേക്കും മാർച്ച് നടത്തി. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. അമ്മു സജീവനും മറ്റ് 3 സഹപാഠികളുമായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് അമ്മുവിന്റെ പിതാവ് പരാതി നൽകിയിരുന്നുവെന്നും കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. അതിനകത്താണ് ആക്ഷൻ എടുത്തത്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആക്ഷൻ എടുക്കുകയായിരുന്നു. 25-27 സൺഡേ ആണ് അച്ഛനൊരു ഒഫീഷ്യൽ മെയിൽ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഇട്ടു, മെയിലിലേക്ക് ഇട്ടു. അടുത്ത ദിവസം തന്നെ ഞാൻ രാവിലെ ഇവിടെ വന്ന് ടീച്ചേഴ്സിന് ചെറിയൊരു മീറ്റിംഗ് കൂടി ഒരു എനിക്കൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടീച്ചറിനെ ചെയർമാനാക്കി. പിന്നെ അങ്ങനെ അവർ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ മെമ്മോ കൊടുത്തു. അവരെ വാദങ്ങൾ കേട്ടു. ആത്മഹത്യ ചെയ്യത്തക്ക പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്കിടയിൽ ഇല്ലായിരുന്നുവെന്ന് ക്ലാസ് ടീച്ചറിന്റെ പ്രതികരണം. വേറെ പ്രശ്നങ്ങളൊന്നും പർട്ടിക്കുലർ പറയാനൊന്നുമില്ല. ചാടാൻ വേണ്ടിയുള്ള ഇഷ്യൂസ്, കാരണം ആ കുട്ടികൾ ഒതുങ്ങി പോവുകയാണ്. മറ്റുള്ള കുട്ടികൾ ആ കുട്ടിക്കൊരു ഇഷ്യൂ, കാരണം ഈ കുട്ടി ആരോടും മിണ്ടാത്തൊരു കുട്ടി. അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തേ കൊണ്ടുപോയിട്ടുള്ളൂ. ആദ്യം മുതലേ ഇങ്ങനെ മിണ്ടാതിരിക്കാട്ടെ അങ്ങനെ ഒരു കുട്ടിയാണ് ക്ലാസ്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പത്തനംതിട്ട പോലീസ് കോളേജിലെത്തിയ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് പോലീസ് തീരുമാനം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അമ്മുവിന്റെ മരണം. ക്ലാസ്സിൽ നിന്ന് വന്നയുടൻ കെട്ടിടത്തിന്റെ മുകളിൽ കയറി അമ്മു താഴേക്ക് ചാടിയെന്നാണ് ഹോസ്റ്റൽ വാർഡൻ അടക്കം മൊഴി നൽകിയത്. ജനം, പത്തനംതിട്ട. നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യ സർവകലാശാലയ്ക്കാണ് നിർദ്ദേശം നൽകിയത്. CPASന് കീഴിലുള്ള നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് മരിച്ചത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണം നടത്താനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ കോളേജിനോ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. റിപ്പോർട്ട് ഉടൻ തന്നെ നൽകണമെന്നാണ് ആരോഗ്യ സർവകലാശാലയ്ക്കുള്ള നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സർവകലാശാല VC ഉടൻ കുടുംബത്തെ കാണും. CPASന് കീഴിലുള്ള നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ അമ്മു സജീവാണ് കഴിഞ്ഞ ദിവസം കോളേജിലെ ഹോസ്റ്റലിൽ മരണപ്പെട്ടത്. അമ്മുവിന്റെ മരണത്തിൽ തുടക്കം മുതൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും രംഗത്തെത്തിയിരുന്നു. കൂടാതെ ABVP പ്രവർത്തകർ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇതുകൂടി പരിഗണിച്ചാണ് വകുപ്പ് ഇടപെടൽ. മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ തന്നെയാണ് ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അതേസമയം അമ്മുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ജനം, തിരുവനന്തപുരം. ആലപ്പുഴയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ആരനാട് സ്വദേശി സുമിത്താണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 7-നാണ് സുമിത്തിന്റെ ഭാര്യ സ്വാതി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മങ്കൊമ്പ് സ്വദേശിയായ സ്വാതിയെ കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് ഭർത്താവ് സുമിത്തിന്റെ ആര്യാട് ഐക്യഭാരതം വായനശാലയ്ക്ക് സമീപമുള്ള വീട്ടിൽ
തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാതിയും ഭർത്താവും 2 കുട്ടികളും മാത്രമായിരുന്നു വീട്ടിൽ താമസം. രാവിലെ 7 മണിയോടെ സുമിത്ത് തന്നെയാണ് കിടപ്പുമുറിയോട് ചേർന്നുള്ള മറ്റൊരു മുറിയിൽ സ്വാതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുമിത്തിന്റെ മറ്റൊരു ബന്ധത്തിന്റെ പേരിൽ സ്വാതിയും സുമിത്തും തമ്മിൽ കഴിഞ്ഞ കുറെ നാളുകളായി വഴക്ക് പതിവായിരുന്നതായി സ്വാതിയുടെ ബന്ധുക്കൾ പറയുന്നു. പലതവണ ബന്ധുക്കൾ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലും സുമിത്ത് ബന്ധം തുടർന്നതോടെ സ്വാതി കടുത്ത നിരാശയിലായിരുന്നതായും വീട്ടുകാർ പറയുന്നുണ്ട്. KSRTC ആലപ്പുഴ ഡിപ്പോയിൽ എംപാനൽ ജീവനക്കാരനാണ് സുമിത്ത്. ഇയാൾക്കെതിരെ സ്വാതിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് ഇന്ന് ഉച്ചയോടെ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുമിത്തിനെ അറസ്റ്റ് ചെയ്തത്. ജനം, ആലപ്പുഴ. ആലപ്പുഴ പറവൂർ തൂക്കുകുളത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആഭരണങ്ങൾ കവർച്ച നടത്തിയതിന് പിടിയിലായ മണികണ്ഠനല്ലെന്ന് അന്വേഷണ സംഘം. തിരിച്ചറിയൽ പരേഡിൽ വീട്ടിലെത്തിയത് മണികണ്ഠനല്ലെന്ന് വീട്ടമ്മ പോലീസിനെ അറിയിച്ചു. കുറുവാ സംഘത്തിലെ സന്തോഷ് സെൽവത്തിനൊപ്പമാണ് മണികണ്ഠൻ പോലീസിന്റെ പിടിയിലാകുന്നത്. കുണ്ടന്നൂരിൽ നിന്ന് സന്തോഷ് സെൽവത്തിനൊപ്പം പിടിയിലായ മണികണ്ഠനാണ് ആലപ്പുഴ പറവൂർ തൂക്കുകുളത്ത് കവർച്ച നടത്തിയതെന്നായിരുന്നു പോലീസ് ആദ്യം സംശയിച്ചത്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി മണികണ്ഠനെ കണ്ട വീട്ടമ്മ കള്ളൻ ഇയാളല്ലെന്ന് പോലീസിനെ അറിയിച്ചു. പറവൂർ സ്വദേശി മനോഹരന്റെ മകൾ നീതുവിന്റെയും 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെയും ആഭരണങ്ങളാണ് കുറുവാ സംഘം കവർന്നത്. ആലപ്പുഴ കോമളപുരം റോഡുമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കവർച്ച നടത്തിയത് സന്തോഷ് സെൽവവും മറ്റൊരാളുമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മോഷണം നടത്തിയ സ്ഥലത്ത് പോലീസ് നടത്തിയ ട്രയലിൽ ഇക്കാര്യം വ്യക്തമായി. ചോദ്യം ചെയ്യലിൽ സന്തോഷ് സെൽവം ഇക്കാര്യം സമ്മതിച്ചു. ഈ പ്രദേശങ്ങളിലെ കവർച്ചയിൽ മണികണ്ഠൻ പങ്കാളിയല്ല എന്നും മനസ്സിലായിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള മണികണ്ഠനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മണികണ്ഠൻ എന്ന പേരിൽ പാലക്കാട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കവർച്ചാ കേസുകളിലെ മണികണ്ഠൻ കസ്റ്റഡിയിലുള്ള ആൾ തന്നെയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സന്തോഷ് സെൽവത്തിനൊപ്പം കോമളപുരത്തെ വീടുകളിൽ കവർച്ചയ്ക്കെത്തിയ കുറുവാ സംഘാംഗത്തെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ, ഒറ്റപ്പെട്ട പറമ്പുകൾ, ഒഴിഞ്ഞ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ താവളമടിച്ചിരിക്കുന്ന നാടോടി സംഘങ്ങളെ തുടർച്ചയായി നിരീക്ഷിക്കാനും പോലീസിന് നിർദ്ദേശം നൽകി. ഇന്നലെ രാത്രി ആലപ്പുഴ കളരിക്കൽ ഭാഗത്തെ വീട്ടിലുണ്ടായ മോഷണ ശ്രമത്തിന് പിന്നിൽ കുറുവാ സംഘമല്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. വൈദ്യുതി മുടങ്ങിയ സമയത്ത് പെൺകുട്ടിയുടെ കഴുത്തിൽ കയറി പിടിക്കുകയായിരുന്നു. പുന്നപ്ര വാടക്കൽ ഭാഗത്തെ 3 വീടുകളിൽ ശനിയാഴ്ച നടന്ന മോഷണ ശ്രമത്തിന് പിന്നിൽ കുറുവ സംഘമാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ജനം, ആലപ്പുഴ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് പരിക്ക്. SI ജിതേഷ്, ഗ്രേഡ് SI അബ്ദുള്ള, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ കുമാർ, സിനുരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ അത്തോളി സ്വദേശി നോബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊയിലാണ്ടി കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കൊയിലാണ്ടിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനയാണ് നടക്കുന്നത്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ ടാക്കീസിനടുത്ത് സംശയാസ്പദമായി കണ്ടിരുന്ന യുവാവിനെ പരിശോധിക്കുന്നതിനിടയിലാണ് പോലീസുകാർക്ക് നേരെ ആക്രമണമുണ്ടായത്. കൂർത്ത കല്ലുകൾ ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ASI ജിതേഷിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നെഞ്ചിലും കൈക്കും പരിക്കേറ്റു. ഇവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമിച്ച അത്തോളി സ്വദേശി നോബിനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ജനം, കോഴിക്കോട്. നോട്ട് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന വ്യാജേന പണം തട്ടിയ സംഘം തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പിടിയിൽ. 5 ലക്ഷം രൂപയുടെ ഡോളർ നൽകാമെന്ന പേരിൽ ജൂവലറി ഉടമയിൽ നിന്ന് തട്ടിയെടുത്തത് 2 ലക്ഷം രൂപ. പ്രതികളിൽ നിന്ന് വ്യാജ കറൻസികളും നോട്ട് നിർമ്മാണ സാമഗ്രികളും പോലീസ് കണ്ടെടുത്തു. തിരുവനന്തപുരം പള്ളിപ്പുറം സ്വദേശി മുഹമ്മദ് ഷാൻ, കൊല്ലം കുന്നത്തൂർ സ്വദേശി ചന്ദ്രബാബു,
കൊല്ലം ആയൂർ സ്വദേശി ഗീവർഗീസ് എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കള്ളനോട്ട്, കുഴൽപ്പണം, പിടിച്ചുപറി, വധശ്രമം തുടങ്ങിയ കേസുകളിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് മുഹമ്മദ് ഷാൻ. ചിറ്റാറ്റിൻകര സ്വദേശിയായ ജ്വല്ലറി ബിസിനസ്സുകാരിൽ നിന്നാണ് പ്രതികൾ 2 ലക്ഷം രൂപ തട്ടിയെടുത്തത്. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ഇയാൾക്ക് മുഹമ്മദ് ഷാനും ചന്ദ്രബാബുവും നോട്ട് ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയത്. കാർബൺ ഫിലിം മൂടിയ പെട്ടി ഉപയോഗിച്ച് നോട്ട് ഇരട്ടിപ്പിക്കാമെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു. പരാതിക്കാരനിൽ നിന്ന് 2 തവണയായി 2 ലക്ഷം രൂപയാണ് ഇവർ കൈക്കലാക്കിയത്. തുടർന്നും കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെ പരാതിക്കാരൻ മറ്റൊരു സുഹൃത്തിനെ സമീപിച്ചു. പരാതിക്കാരന്റെ സുഹൃത്താണ് വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചത്. തുടർന്ന് പോലീസ് പ്രതികളെ തന്ത്രപരമായി അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് നോട്ടുണ്ടാക്കുന്ന യന്ത്രവും രാസവസ്തുക്കളും നോട്ടിന്റെ ആകൃതിയിൽ രൂപപ്പെടുത്തിയ കറുത്ത പേപ്പറുകളും 70,000 രൂപയും കണ്ടെടുത്തു. ജനം, തിരുവനന്തപുരം. കണ്ണൂരിൽ നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാക്കാട് സ്വദേശി കെ ഷഫീഖിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. കണ്ണൂർ ടൗൺ, വളപട്ടണം, ധർമ്മടം ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് കക്കാട് സ്വദേശി ഷഫീഖ്. ഭൂരിഭാഗം കേസുകളും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടതാണ്. സ്ഥിരം കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കാപ്പ ചുമത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടത്. ലഹരി കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന പ്രതി 2 ആഴ്ച മുമ്പാണ് പുറത്തിറങ്ങിയത്. കാപ്പ ചുമത്തപ്പെട്ടതിനെ തുടർന്ന് ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതിയെ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ മാസം കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലെത്തി ദേഹപരിശോധന നടത്തുമ്പോൾ പ്രതിയിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. മാത്രമല്ല, ജയിലിലേക്ക് കഞ്ചാവ് എറിഞ്ഞുകൊടുത്ത കേസിലും ഇയാൾ പ്രതിയാണ്. സമാന കുറ്റകൃത്യം തുടർന്ന പശ്ചാത്തലത്തിലാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയത്. ജനം, കണ്ണൂർ. ഒരു സുപ്രധാന വാർത്തയിലേക്ക്. മണ്ണാഞ്ചേരിയിൽ കവർച്ച നടത്തിയ കുറുവ സംഘാംഗങ്ങളെ പോലീസ് തിരിച്ചറിഞ്ഞു. സംഘത്തിലുണ്ടായിരുന്നത് വേലനും പശുപതിയും. ഇരുവരും തമിഴ്നാട്ടിലേക്ക് കടന്നതായി പിടിയിലായ സന്തോഷ് സെൽവത്തിന്റെ മൊഴി. കൂട്ടാളികളാണ് ഇരുവരും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഈ പ്രതികൾ, ഈ കുറുവ സംഘം അംഗങ്ങൾ നിലവിൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. പോലീസിന് ഈ പിടിയിലായ സന്തോഷ് നൽകിയ മൊഴിയാണോ ഇത്തരത്തിൽ? വിനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കുറുവ സംഘാംഗങ്ങളായ 2 പേരുടെ പേരുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ 3 സ്ഥലങ്ങളിൽ, മണ്ണഞ്ചേരിയിലും നേതാജിയിലും കോമളപുരത്തും കവർച്ച നടത്താൻ സന്തോഷിനൊപ്പം ഉണ്ടായിരുന്നത് കാമാക്ഷിപുരം എന്ന തിരുട്ട് ഗ്രാമത്തിലുള്ള വേലനും പശുപതിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇരുവരും തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ട്. പിടിയിലായ കുറുവ സംഘത്തിലെ മുഖ്യ കണ്ണിയായ സന്തോഷ് സെൽവത്തിന്റെ കൂട്ടാളികളാണ് ഇരുവരുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കാമാക്ഷിപുരം സ്വദേശികളാണ് 2 പേരും. നേരത്തെ പാലായിൽ നടന്ന കവർച്ച കേസുമായി ബന്ധപ്പെട്ട് വേലനെയും പശുപതിയെയും ജൂണിൽ പൊള്ളാച്ചിയിൽ നിന്ന് കേരള പോലീസ് പിടികൂടിയിരുന്നു. സന്തോഷ് സെൽവത്തോടൊപ്പം ഒന്നിച്ചാണ് ഇവർ പാലായിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലും കോമളപുരത്തും നേതാജിയിലും സന്തോഷ് സെൽവത്തോടൊപ്പം ഉണ്ടായിരുന്ന കവർച്ചയ്ക്ക് ഈ സന്തോഷ് സെൽവത്തിനൊപ്പം ഉണ്ടായിരുന്നത് വേലനും പശുപതിയുമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇനിയും നിരവധി ആളുകളെ, ഈ സംഘാംഗങ്ങളെ പിടികൂടാനുണ്ട്. ഇതിൽ 4 പേര്, വേലനും പശുപതിയും അടക്കം 4 പേരെ മാത്രമാണ് ഇപ്പോൾ പോലീസിന് ഇവരെ കുറിച്ചുള്ള വിവരം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. 2 പേർ, സന്തോഷ് സെൽവവും മണികണ്ഠനും കസ്റ്റഡിയിലുണ്ട്. ഇനി വേലൻ, പശുപതി എന്നീ 2 പേരുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ മുഖ്യ കണ്ണികളായ ഈ മണികണ്ഠനെയും
സന്തോഷ് ശെൽവത്തെയും ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെയാണ് പോലീസിന് ഈ വേലൻ പശുപതി എന്നീ 2 പേരുകളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ തിരുത്ത് ഗ്രാമത്തിൽ പോയി ഇവരെ പിടികൂടുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. അതേസമയം നിഷ, ഈ സന്തോഷ് പിടിയിലായ വിവരം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണോ ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നത്? അത്തരത്തിലാണോ ഇപ്പോൾ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്? വിനീഷ്, അങ്ങനെ തന്നെയാണ്. ഈ സന്തോഷും മണികണ്ഠനും പിടിയിലായതിന്റെ തൊട്ടു പിന്നാലെ ഈ സംഘാംഗങ്ങൾ എല്ലാവരും കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആലപ്പുഴയും എറണാകുളവും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. കുറുവ സംഘത്തിലെ 2 അംഗങ്ങളെയും കൂടി പോലീസ് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നിഷ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്. കൊല്ലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ചെറിയ വെള്ളിനല്ലൂർ സ്വദേശി മുഹമ്മദ് ഷായാണ് പിടിയിലായത്. പെൺകുട്ടിയെ പ്രണയം നടിച്ച് യുവാവ് പീഡിപ്പിച്ചത് നിരവധി തവണയെന്ന് കണ്ടെത്തൽ. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയെയാണ് യുവാവ് പ്രണയം നടിച്ച് പീഡിപ്പിച്ചത്. കൊല്ലം ചെറിയ വെളുന്നല്ലൂർ ആക്കൽ ഇടവട്ടത്തെ വീട്ടിൽ മുഹമ്മദ് ഷായെ പോലീസ് അറസ്റ്റ് ചെയ്തു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുമായി ഏറെ നാളായി മുഹമ്മദ് ഷാ അടുപ്പത്തിലായിരുന്നു. സ്കൂളിൽ പോകുന്ന വ്യാജേന പെൺകുട്ടിയുമായി പലയിടങ്ങളിൽ ചുറ്റി നടക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാതാപിതാക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകി. പരാതിയിൽ കൊല്ലം പൂയപ്പള്ളി പോലീസ് കേസെടുത്തു. പൂയപ്പള്ളി SHO അടങ്ങുന്ന 6 അംഗ സംഘം യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ജനം, കൊല്ലം. കൊലപാതക കേസ് സ്രവത്തിൽ 1 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ പിടിയിൽ. അയിരൂർ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ കൊല്ലം നിലമേൽ സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായിരുന്നു കേസ്. ഡിസംബർ 2 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. നിലമേൽ സ്വദേശിയായ രതീഷിനെ ചെമ്മരുതിയിലെ വീട്ടിൽ വെച്ച് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കേസ്. ആക്രമണത്തിൽ രതീഷിന്റെ തലയുടെ ഇടതുഭാഗത്തും കൈക്കും ആഴത്തിൽ മുറിവേറ്റിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ ബന്ധുക്കളെയും ഇവർ വാൾ കാട്ടി ഭീഷണിപ്പെടുത്തി. വർക്കല, ചെമ്മരുതി, പാളയംകുന്ന് സ്വദേശികളായ വിജിത്തും മനുവുമാണ് പ്രതികൾ. സംഭവത്തിന് ശേഷം 1 വർഷത്തോളം മലപ്പുറം, മഞ്ചേരി, കാസർഗോഡ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ ഹോട്ടൽ തൊഴിലാളികളായി ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലാകുന്നത്. അയിരൂർ SHO ശ്യാം, SI രജിത്ത്, CPOമാരായ ബിനു, സജു, നൂറുൽ അമീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ജനം, തിരുവനന്തപുരം. ജാതി സംഘർഷം നിലനിൽക്കുന്ന മണിപ്പൂരിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചു. കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ മണിപ്പൂരിലെ അക്രമവുമായി ബന്ധപ്പെട്ട് 3 പ്രധാന കേസുകളാണ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തത്. സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 2ാം ദിവസവും ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. മണിപ്പൂരിൽ കലാപത്തിൽ ജനപ്രതിനിധികളുടെ വീടിന് നേരെയുള്ള അക്രമം രൂക്ഷമായിരുന്നു. 9 BJP MLA-മാരുടേതുൾപ്പെടെ 13 നിയമസഭാ അംഗങ്ങളുടെ വീടുകൾ ഇതിനകം അക്രമികൾ തകർത്തു. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി സവം രഞ്ജന്റെ വീട്ടിലും ഉപഭോക്തൃ പൊതുവിതരണ മന്ത്രി L. സുശീന്ദ്ര സിംഗിന്റെ വീട്ടിലും അക്രമികൾ അതിക്രമിച്ചു കയറി. കോൺഗ്രസിന്റെ പ്രാദേശിക ഓഫീസുകളും നേതാക്കളുടെ വീടുകളും അടിച്ചു തകർത്തു. നിലവിൽ ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമടക്കം സുരക്ഷ കൂടുതൽ ശക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ മണിപ്പൂരിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കി.
ശക്തമാക്കാൻ തീരുമാനമായി. കേന്ദ്ര സായുധ പോലീസ് സേനയുടെ 50 കമ്പനികളെ കൂടി മണിപ്പൂരിൽ വിന്യസിക്കും. കേന്ദ്ര സർക്കാർ ഇടപെടൽ കർശനമാക്കിയതിന് പിന്നാലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് 3 കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു. ജിരിബാം പ്രദേശത്ത് ആയുധധാരികളായ തീവ്രവാദികൾ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസും ജിരിബാമിലെ CRPF A കമ്പനിയുടെ 20ാം ബറ്റാലിയൻ പോസ്റ്റിൽ നടത്തിയ ബോംബാക്രമണം, വീടുകളിൽ കടന്നുകയറി സാധാരണക്കാർക്ക് നേരെ ബോംബിട്ട കേസുമാണ് NIA അന്വേഷിക്കുക. അതേസമയം ഇംഫാൽ അടക്കം 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിയന്ത്രണം തുടരുകയാണ്. ജനം, ഡൽഹി. ലെബനനിൽ അതിശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. TRL നടന്ന ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു, 50ഓളം പേർക്ക് പരിക്കേറ്റു. ഗാസ നഗരമായ ബെയ്ത് ലഹിയിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ 3 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയ്ക്കെതിരെ കർശന നടപടി ഇസ്രയേൽ തുടരുകയാണ്. ടിയർ നഗരത്തിൽ നടന്ന ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു, 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗസ നഗരമായ ബെയ്ത്ത് ലഹിയയിൽ ഇന്നലെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണവും ഉണ്ടായി. ഇസ്രായേലി റിസർവ് ഗാർഡ്സിലെ 3 സൈനികർ കൊല്ലപ്പെട്ടു. ഇന്നലെ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ള വക്താവ് കൊല്ലപ്പെട്ടിരുന്നു. മുഹമ്മദ് ഹാഫിഫ് ആണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഇറാഖിൽ നിന്നും തൊടുത്ത ഡ്രോൺ ഇസ്രായേൽ തകർത്തു. ഹിസ്ബുള്ളയ്ക്കെതിരെ കർശന നടപടി വേണമെന്ന് ബൈഡനും ട്രംപും ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാമെന്ന് ലെബനനിലെ വ്യവസ്ഥാപിത സർക്കാരും അറിയിച്ചു. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പശ്ചിമേഷ്യയിലെ ഭീകര സംഘടനകൾ വലിയ ആശങ്കയിലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മോഷണക്കേസിലെ വാറണ്ട് പ്രതി പിടിയിലായത് വേങ്ങേരി സ്വദേശി ഹമിദ്. കോഴിക്കോട് കുണ്ടംപറമ്പിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ നിന്നും ഡീസൽ മോഷ്ടിക്കുന്നതിനിടയിലാണ് പ്രതി ഏലത്തൂർ പോലീസിന്റെ പിടിയിലാകുന്നത്.